ിലേക്ക് സ്വാഗതം. മാർക്കോയ്ക്ക് ഈ ഒരു ഞായറാഴ്ച പൊന്നും വിലയുള്ള ഞായറാഴ്ച തന്നെയാണ്. ഞായറാഴ്ച തീ ബുക്കിംഗ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ മാർക്കോയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സിനിമയുടെ പുതിയ അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. സിനിമ ഇന്ന് പോളണ്ടിൽ റിലീസാണ്. 3ഓളം സെൻറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ സിനിമ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും പുതിയ സെൻറ്ററുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കണക്കാണ് നമുക്ക് കാണാൻ. ബുക്ക് മൈ ഷോയിൽ സിനിമയ്ക്ക് മണിക്കൂറിൽ ഇപ്പോൾ 3900-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. അതായത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് 5000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറുകളിൽ വിറ്റുപോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നല്ല ലെവലിൽ മോർണിംഗ് തന്നെ നല്ല ലെവലിലുള്ള ഒരു ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഫൈനലായിട്ട് ഏറെക്കുറെ 70,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകും എന്നുള്ള ഒരു അനുമാനമാണ് നമുക്ക് കാണാനും കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ സിനിമ 15 ലക്ഷം ടിക്കറ്റും വിറ്റുപോയി. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പുറത്ത് വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് മലയാളം വെർഷൻ നേടിയിരിക്കുന്നത് 5.76 കോടിയാണ് 16 ദിനം കൊണ്ട്. ഹിന്ദി വെർഷൻ നേടിയിരിക്കുന്നത് 8.16 കോടിയാണ്. അതേപോലെ തെലുങ്ക് വെർഷൻ 4.15 കോടിയും തമിഴ് 2 ദിവസം കൊണ്ട് 55.47 ലക്ഷം രൂപയുമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 18.62 കോടി രൂപയാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് വന്നിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് 16 ദിവസം കൊണ്ടുള്ളത്. 17ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് തീർച്ചയായും 20 കോടി കടക്കും. അതൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. 20 കോടി കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ അത് കടക്കാൻ പോകുന്നു. ഹിന്ദിയിൽ നിന്ന് 10 കോടി എന്നുള്ള ലക്ഷ്യം, വെറും 20,000-ൽ തുടങ്ങി 10 കോടിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. 25 കോടിയെങ്കിലും എത്തും എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവർക്കും. അന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരുന്ന 10 കോടിയെങ്കിലും എത്തുമോ എന്നുള്ളതാണ്. അത് 10 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും കുതിക്കും സിനിമ മുന്നോട്ട്. ഇപ്പോഴും 3700-ഓളം സ്ക്രീനുകളിലാണ് ഷോകളാണ് സിനിമയ്ക്ക് അവിടെ ഉള്ളത്. 1327-ഓളം സ്ക്രീനുകളിൽ സിനിമ ഇന്നും അവിടെ ഓടുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നതും. എന്തായാലും ബുക്ക് മൈ ഷോയിലും തരംഗമായി തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.